الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഹക്കിന്റെ കൂട്ടത്തിൽ നിലനിർത്തുകയും ഹക്കിലായിക്കൊണ്ട് മരിക്കാനും വിശ്വാസികളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള വിഭജനത്തിൽ നാം ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. മുസ്ലിം കാഫിർ എന്ന വിഭജനമുണ്ട്, വിദ്യാഭ്യാസമുള്ളവൻ ഇല്ലാത്തവൻ എന്ന വിഭജനമുണ്ട്, സമ്പത്തുള്ളവർ സമ്പത്തില്ലാത്തവർ എന്ന വിഭജനമുണ്ട്, സ്വയം സംരംഭവുമായിട്ട് പ്രൈവറ്റ് ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡിവിഷൻസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ ഉണ്ടാകും. ഇതുപോലെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് രണ്ട് ഡിവിഷനുണ്ട്. അതേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹക്കിന്റെയും ബാത്തിലിന്റെയും ഡിവിഷനാണ്. നന്മ തിന്മയായും തിന്മ നന്മയായും ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പുലർന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ തന്നെ ഈ കാലഘട്ടത്തെ പറയാം. അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസികൾ മുസ്ലിമീങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ അവർ ചപ്പുചവറുകൾക്ക് സമാനമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ യാതൊരുവിധ ക്വാളിറ്റിയുമില്ലാതെ, ഒരു വിശേഷണങ്ങളും അവരിൽ ഒത്തിണങ്ങാതെ, വിശ്വാസം കൊണ്ടോ കർമ്മം കൊണ്ടോ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ വേഷം കൊണ്ടോ ക്രയവിക്രയങ്ങൾ കൊണ്ടോ ഇസ്ലാമിന്റെ യാതൊരുവിധ അടയാളങ്ങളും കാണിക്കാത്ത ചപ്പുചവറുകളായിട്ട് അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്ത് മാറുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്ത് മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. മതവും ജാതിയും സ്വഭാവവും വിശേഷണങ്ങളും ഇതൊന്നും നോക്കാതെ തന്നെ മതവും ജാതിയും വിശ്വാസവും കർമ്മവും ഒക്കെ പറയുന്നത് ഒരാളുടെ ഇന്നറാണെന്നും പുറത്തത് പ്രകടിപ്പിക്കേണ്ടതില്ലെന്നും ഇന്നർ പുറത്തു ധരിച്ച് നടക്കാറില്ലല്ലോ എന്നുമുള്ള പുതിയ പുരോഗമനവാദികളുടെ തലതിരിഞ്ഞ ഇക്വേഷൻസാണ് അവരെ എല്ലാവരെയും നയിക്കുന്നത്. അതുകൊണ്ട് എന്റെ വിശ്വാസം എന്റെ ഉള്ളിലുണ്ട്, അതെന്റെ ആചാരങ്ങളെയോ സ്വഭാവങ്ങളെയോ ചിട്ടവട്ടങ്ങളെയോ ഒന്നും ബാധിക്കുകയില്ല
എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു നടക്കുകയും ഇസ്ലാമിന്റെ ഒരു ആദർശവും ഒരു ആചാരവും സ്വന്തം ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന മറ്റിതരാശയങ്ങളെ പിൻപറ്റുന്ന കാലഘട്ടം. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഇതര ആശയക്കാരെ, ആദർശക്കാരെ, മദാനിയായികളുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ചില ആളുകളുണ്ടായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ലയകൂന മിൻ ഉമ്മത്തി അഖ്വാം യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ രംഗത്ത് വരും. അവർക്ക് സിനിമ പ്രശ്നമല്ല, മ്യൂസിക് പ്രശ്നമല്ല, പാട്ടും കൂത്തും ഡാൻസും അവർക്ക് പ്രശ്നമല്ല, കള്ളും അതുപോലെ തന്നെ പട്ടുവസ്ത്രവും വ്യഭിചാരവും അവർക്ക് പ്രശ്നമല്ല. എല്ലാം സാർവത്രികമായ കാലത്ത് എല്ലാറ്റിനെയും വെള്ളപൂശി അതിനെയെല്ലാം പരിഷ്കാരത്തിന്റെയും വികസനത്തിന്റെയും വലിയ വലിയ കാൽവെപ്പുകളുടെയും കുതിപ്പിന്റെയും ഒക്കെ അടയാളമായി ചിത്രീകരിച്ചുകൊണ്ട് തോന്നിയ വഴികൾ സ്വീകരിക്കുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും. അവർ കള്ള് ഹലാലാണെന്ന് പറയും. യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹ, കള്ളിനവർ കുടിക്കും, പക്ഷേ കള്ളെന്ന് പറഞ്ഞു കുടിക്കാതെ അതിന് വ്യത്യസ്തമായ പേരുകളും ഫ്ലേവറുകളും ഇട്ടുകൊണ്ടായിരിക്കും അവർ ഉപയോഗിക്കുക എന്നാണ്. അതുപോലെ തന്നെ പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് അനുവദനീയമാക്കിയിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലയ്ക്ക് ചിത്രീകരിക്കുന്ന അവസ്ഥയുണ്ടാവും. വ്യഭിചാരത്തിന് വ്യത്യസ്ത നാമങ്ങളും പലതരത്തിലുള്ള പേരുകളും പല റിലേഷൻഷിപ്പുകൾക്ക് ഓരോ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ നാമങ്ങളും ഇട്ടുകൊടുത്തുകൊണ്ട് അതെല്ലാം ഓക്കെയാണ്, അത് വിവാഹിതനാണെങ്കിലും പ്രശ്നമല്ല. ഈ അടുത്തൊരു സംവിധായകൻ തന്റെ ഭാര്യയോട് പറഞ്ഞു അത്രേ, നിനക്ക് വേണമെങ്കിൽ മറ്റൊരാളെ പ്രണയിക്കാം, എനിക്കതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല എന്ന് അയാൾ പറഞ്ഞുവെങ്കിൽ അത് അയാളുടെ മതം. തന്റെ ഇടവും വിശ്വാസവും ധാർമ്മിക രോഷവും വ്യക്തിത്വവും പക്വതയുമുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരാൾക്കും അത്തരം നെറികേടുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. പക്ഷേ അതൊക്കെ വലിയ വലിയ സംഭവമായി തത്വമായി സ്വീകരിക്കുകയും അതിനെന്താ കുഴപ്പം, ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് വിളംബരം ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ കാലത്തുണ്ട് എന്നത് കാണുമ്പോഴാണ് നമ്മൾ വല്ലാതെ പരിഹാസ്യമായി പോകുന്നത്. എന്തിന്റെ പേരിലായിരുന്നു നമ്മളൊക്കെ സാംസ്കാരിക കേരളം എന്ന് ഈ സംസ്ഥാനത്തെ വിളിച്ചിരുന്നത് എന്ന് വീണ്ടും വീണ്ടും ഒരു ആവർത്തി കൂടെ ചിന്തിച്ച് ആലോചിച്ച് ഗവേഷണം ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചു പോയിരിക്കുകയാണ്. കാരണം മലയാളികളുടെ പക്വതയും അവരുടെ പ്രതികരണത്തിൽ കാണുന്ന അവരുടെ ആ ഒരു അവസ്ഥയുമൊക്കെ കാണുമ്പോൾ ഇവനൊക്കെ എന്ത് വിദ്യാഭ്യാസമാണ് നേടിയത് എന്ന് ചോദിച്ചു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും. ആ കൂട്ടത്തിന്റെ കൂടെ ആയിരിക്കുമോ നമ്മളുള്ളത് എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. ഇന്ന ബൈന യദൈ സഅ അയ്യാമൻ യുർഫഉ ഫീഹൽ ഇൽം, അന്ത്യദിനം അടുക്കുമ്പോൾ അറിവ് ഉയർത്തപ്പെടും, ജഹിലായിരിക്കും. വയൻസിലു ഫീഹ അൽ ജഹിൽ, ആളുകൾക്കൊക്കെ തികഞ്ഞ ജഹിലായിരിക്കും, വിവരമില്ലായ്മയായിരിക്കും. വിശ്വാസത്തെക്കുറിച്ചോ കർമ്മത്തെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചോ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരായിരിക്കും ഞാനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ കൂടെ ചേക്കേറുന്ന ആളുകൾ. ഇൽമു ഉയർത്തപ്പെടും, ജഹല് ഇവിടെ വ്യാപകമാകും. അധാർമികതയും അക്രമങ്ങളും കൊലപാതകങ്ങളും ഇവിടെ പെരുകും. യതഖാറബു സമാൻ, കാലം അടുത്തായി തോന്നും. വയഖ്ബദുൽ ഇൽം, അറിവ് ഉയർത്തപ്പെടും. വതദ്ഹറുൽ ഫിതൻ, വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളും ഫിത്നകളും വ്യാപകമാകും. വയുൽഖശുഹ്, പിശുക്ക് വർദ്ധിക്കും. വയക്സറുൽ ഹർജ്, കൊലപാതകം അധികരിക്കും എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു അവസാന സമയത്താണ് നാം ഉള്ളത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലം. ഈ സമയം ഇസ്ലാം പാലിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധിയാണ്. അവർ കാലം തിരിയാത്തവരായി ചിത്രീകരിക്കപ്പെടുകയാണ്. അവർ 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചന്മാരായി ചിത്രീകരിക്കപ്പെടുകയാണ്. അവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നും അവരൊന്നും ഇക്കാലത്തിന് കൊള്ളാത്തവരാണെന്നും അവരെയെല്ലാം നാടുകടത്തേണ്ടതാണ് എന്നും അവരെല്ലാം തീവ്രവാദികളും താലിബാനികളുമാണ് എന്നും ഇസ്ലാമിന്റെ ശരിയായ ആശയാദർശങ്ങളെ ശരിക്കും ഉൾക്കൊണ്ട് പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെക്കുറിച്ച് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. മുസ്ലിങ്ങൾ അവരുടെ ഇജ്ജത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള കോപ്രായങ്ങളുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന കാലഘട്ടം. വിശ്വാസം പണയപ്പെടുത്തി ശിർക്കൻ ആചാരങ്ങളെ അനുധാവനം ചെയ്യുന്ന, ശരിയായ ഇസ്ലാമിക ആചാരങ്ങളിൽ നിന്ന് സുന്നത്തുകളിൽ നിന്ന് അനാചാരങ്ങളിലേക്കും അത്യാചാരങ്ങളിലേക്കും ബിദ്അത്തുകളിലേക്കും ആളുകൾ നീങ്ങുന്ന, വലിയ വലിയ തിന്മകളെ ട്രെൻഡിന്റെ പേരിൽ ഇറക്കുമതി ചെയ്യുന്ന, എല്ലാറ്റിനെയും നോർമലൈസ് ചെയ്ത് കാണുന്ന, അതിനൊക്കെ എന്താ കുഴപ്പം? അതൊക്കെ ഇന്നത്തെ കാലത്തെ ഒരു സംഗതിയല്ലേ? അതൊക്കെ ഈ പ്രായത്തിന്റെ ഒരു തേട്ടമല്ലേ? ആരാണ് കാണാത്തത്, കേൾക്കാത്തത്, ധരിക്കാത്തത്, പറയാത്തത്? ആരാണങ്ങനെ ചെയ്യാത്തത്? നിങ്ങളൊരാളെ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. ഇനിയിപ്പോ അങ്ങനെ ചെയ്താൽ എന്ത്? ആകാശം ഇടിഞ്ഞു വീഴുമോ? ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ കയറിയിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ?
ഒരു ഹെൽത്തി ക്വാണ്ടിറ്റിയിൽ ലഹരി ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം? ഇവിടെ MDMA-യും കള്ളും കഞ്ചാവുമൊക്കെ ലീഗലൈസ് ചെയ്യണം, അമേരിക്ക അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരാണത്ര ഇന്നത്തെ വലിയ വലിയ ബുദ്ധിജീവികളായിട്ട് മാറിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തൊരു കക്ഷികളുണ്ട്. ആ കക്ഷികൾ ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്ന് ഇതിൽ ലയിച്ചു ചേർന്ന കക്ഷികളാണ്. രണ്ടാമത്തെ കക്ഷികൾ ആരാണ്? ലയിച്ചു ചേരാത്ത കക്ഷികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നൽ ഇസ്ലാമ ബദഗ ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ. ഈ ഇസ്ലാം അപരിചിതമായ ഒരു അന്തരീക്ഷത്തിലാണ് തുടക്കം കുറിച്ചത്. അർക്കം ബിൻ അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിൽ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം മതം പഠിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആദൻ നബി മുതൽ അന്തിമ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാർ അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല. അവർ തമ്മിൽ യാതൊരു മുലാഖാത്തും നടന്നിട്ടില്ല. യാതൊരു തരത്തിലുള്ള ഷെയറിംഗും നടന്നിട്ടില്ല. പക്ഷെ യാതൊരു ചേഞ്ചുമില്ലാതെ ഒരേ വിശ്വാസം ആദൻ നബി മുതൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ നബിമാരും ഒരേ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആളുകളോട് പ്രവാചകൻ തൗഹീദ് പറഞ്ഞപ്പോൾ അവർക്കിതൊരു പുത്തനാശയമായിട്ട് തോന്നി. അവർക്കൊരു ആദ്യമായി കേൾക്കുന്ന പോലെ തോന്നി. ഹാദാ ശൈഉൻ അജീബ്, ഇത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണല്ലോ എന്നവർ പറയുന്ന സാഹചര്യമുണ്ടായി. ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബൻ, അപരിചിതമായ അന്തരീക്ഷത്തിലാണ് ഇസ്ലാം തുടക്കം കുറിച്ചത്. വസയഊദു ഗരീബൻ കമാ ബദഅ, ഇനി കാലത്തിന്റെ അവസാനമാകുമ്പോൾ ഈ ഇസ്ലാമിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. വളരെ മോശപ്പെട്ട തരത്തിൽ ഇസ്ലാമിനെ ചിത്രീകരിക്കാൻ ഇവിടുത്തെ കാർട്ടൂണിസ്റ്റുകളും ഇവിടുത്തെ പലതരത്തിലുള്ള ആളുകളും ഇസ്ലാമിനെ തീവ്രവാദവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പാശ്ചാത്യന്മാരും ജൂതലോബികളും എഴുതി അടിച്ചിറക്കി ഉണ്ടാക്കിയിട്ടുള്ള ആശയങ്ങളെക്കുറിച്ചുള്ള ധാരണ മാത്രമായിട്ട് മുസ്ലിങ്ങളുടെ മനസ്സിൽ ഇസ്ലാം വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത അവസ്ഥയുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളത്, വയസ്സായ കുറച്ച് ആൾക്കാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുമത്രേ. അവരോട് ചോദിക്കും, എന്താ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആളുകൾ പറയും, ഞങ്ങളുടെ കാരണവന്മാർ ഇങ്ങനെ ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതാണ് ഞങ്ങൾ ചൊല്ലുന്നത് എന്ന്. എന്താണ് ഈ പറയുന്നത് എന്ന് ചൊല്ലുന്നവർക്ക് പോലും അറിയാത്ത അത്രയും അജ്ഞത ഇവിടെ കളിയാടുകയും ഇസ്ലാം അപരിചിതമായി മാറുകയും ചെയ്യും. ഫതൂബാ ലിൽ ഖുറബാ, അന്ന് അപരിചിതരെ നിങ്ങൾക്ക് മംഗളം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണ് ഈ ഖുറബാകൾ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന ഇൻദ ഫസാദിന്നാസ്, ജനങ്ങൾ സമൂഹം ഒന്നടങ്കം അധാർമികതയിലേക്ക് കുത്തിയൊഴുകിപ്പോകുമ്പോൾ, ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും തിന്മകളിലേക്കും ആളുകൾ തോന്നിവാസങ്ങളിലേക്കും ഇഷ്ടാനുസരണം ഇറങ്ങിത്തിരിക്കുമ്പോൾ ആളുകളെ നന്മയിലേക്ക് തിരിച്ചു വിളിക്കാൻ, അവരുടെ ഫസാദിനെ ഇല്ലായ്മ ചെയ്യാൻ പണിയെടുക്കുന്നവരാണ് ഖുറബാകൾ. അതായത് സത്യത്തിൽ ഉറച്ചുനിന്ന് ആ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർ. അവർ കാലം തിരിയാത്തവരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടാലും അതിലൊന്നും തളർന്നു പോകാതെ ഉനാസുൻ സാലിഹൂൻ, സാലിഹീങ്ങളായ ചില ആളുകളുണ്ടാകും. ഖലീലുൻ ഫീ നാസിൻ സൂഇൻ കസീറുൻ മൻ യഅസീഹിം, അവർ ജനങ്ങളിൽ വളരെ കുറച്ചാളുകളായിരിക്കും. അവരെ ഉപദ്രവിക്കുന്നവരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അവരെ അനുസരിക്കുന്നവരെക്കാൾ കൂടുതൽ അവരെ എതിർക്കുന്നവരായിരിക്കും ഉണ്ടാവുക എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ വളരെ ചുരുക്കം ആളുകളാണ് ഉണ്ടാവുക. വളരെ ചുരുങ്ങിയ പക്ഷം ആളുകൾ മാത്രമാണ് ആ ഖുറബാകളായിട്ടുള്ളവർ, ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന സാലിഹീങ്ങൾ, ജനങ്ങളുടെ ഫസാദിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാലിഹീങ്ങൾ. അവർ കുറച്ചായിരിക്കുമെന്നും അവരെ അനുസരിക്കുന്നവരെക്കാൾ കൂടുതൽ അവരെ എതിർക്കുന്നവരായിരിക്കും എന്നും അവരുടെ എതിരാളികളായിരിക്കും ധാരാളം ഉണ്ടാവുക എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത്? നന്മയും തിന്മയും സത്യവും അസത്യവും വിശ്വാസവും അവിശ്വാസവും ഈമാനും നിഫാഖും വേർതിരിച്ച് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു ഇബ്തിലാ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിന്റെ 179ാമത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. വമാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടേക്കുകയില്ല. എന്തിനു വേണ്ടിയല്ലാതെ അവരുടെ അവസ്ഥ, സത്യവിശ്വാസികളിൽ നിന്നുള്ള അവരുടെ അവസ്ഥയിൽ അല്ലാഹു അവരെ വിടാൻ പോകുന്നില്ല.
എന്തിന്? നല്ലതും ദുഷിച്ചതും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അവർക്ക് നാം ഇട്ടുകൊടുക്കും എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഹക്കും ബാത്തിലും സത്യവും അസത്യവും നന്മയും തിന്മയും ഒരുപോലെ അരങ്ങ് തകർക്കുന്ന ഈ കാലത്ത്, തിന്മകളെ നന്മകളാക്കി വൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഫാഷനും ട്രെൻഡുമാക്കി ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വിട്ടേച്ചു പോകുന്നത് എന്നതാണ്. ഞാൻ മുഅ്മിനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചവനാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ പറഞ്ഞത് ഉള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു ഇട്ടുതരും. അത് വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളുടെ മുന്നിൽ കീഴ്പ്പെടുന്നുണ്ടോ, സമ്പത്തിന് മുന്നിൽ കീഴ്പ്പെടുന്നുണ്ടോ, ഇത്തരം ആഭാസങ്ങൾക്ക് മുമ്പിൽ, ആവേശങ്ങൾക്ക് മുമ്പിൽ, ഷഹ്വാത്തുകൾക്ക് മുമ്പിൽ കീഴ്പ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കാതെ നിങ്ങളെ വിട്ടേക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യേണ്ടത് എന്താണ്? ഹക്കിനെ മുറുകെ പിടിച്ച്, ദീനിന്റെ പാശത്തെ മുറുകെ പിടിച്ച്, പടച്ച റബ്ബിന്റെ ഹബ്ലിനെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ബദിറു ബിൽ അമാലി ഫിതനൻ കഖിത്ഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫിത്ന അത് അധികരിക്കുന്ന കാലഘട്ടം വരും. രാത്രിയുടെ കഷ്ണങ്ങൾ അടർന്നു വീഴുന്നത് പോലെയായിരിക്കും ഫിത്നകൾ രംഗത്ത് വരിക. യുസ്ബിഹു الرجل مؤمنا ويمسي كافرا. അന്നൊരാൾ രാവിലെ മുഅ്മിനാണെങ്കിൽ വൈകുന്നേരം കാഫിറാവും, വൈകുന്നേരം മുഅ്മിനാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ കാഫിറാവും. യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയാ. ആളുകൾ ദീനിനെ ദുനിയാവിനു വേണ്ടി വിറ്റയിക്കുന്ന കാലമാണത്. ദുനിയാവിനു വേണ്ടി ദീനിനെ വിറ്റയിക്കും. എനിക്ക് മുസ്ലിമായി ജീവിക്കുന്നതുകൊണ്ട് ജോലി കിട്ടുന്നില്ല, എനിക്ക് താമസിക്കാൻ റൂം കിട്ടുന്നില്ല, എനിക്ക് ഉന്നതമായിട്ട് കയറിപ്പോവാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഭൗതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം മോശമാണെന്ന് പറഞ്ഞ് എക്സ് മുസ്ലിം എന്ന പേരും വെച്ച് സോഷ്യൽ മീഡിയകളിലും സ്റ്റേജുകളിലുമൊക്കെ നിറഞ്ഞാടുന്നവർക്ക് എന്തേ ഇസ്ലാമിനോടുള്ള കംപ്ലൈന്റ്, പരാതി എന്ന് പഠിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ അശ്രദ്ധ കൊണ്ടും അവരുടെ പോരായ്മ കൊണ്ടും അവർക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള നഷ്ടങ്ങൾ, അത് നേരെ അതിന്റെ കുറ്റം ഇസ്ലാമിന് മേൽ ചാർത്തിയിട്ട് അവർ ഇസ്ലാം ഉപേക്ഷിച്ച് ആളുകൾക്കിടയിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയ. ദുനിയാവിന് വേണ്ടി ദീനിനെ വിറ്റുകളയുന്ന ചില ആളുകൾ രംഗത്ത് വരുമെന്നാണ്. ആ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബാദിറു ബിൽ അമാൽ. നിങ്ങൾ പുണ്യകർമ്മങ്ങൾ കൊണ്ട് പടച്ച റബ്ബിലേക്ക് കുതിക്കണമെന്നാണ്. യഅതി അലന്നാസി സമാനുൻ അൽ ഖാബിദു ഫീഹി അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അവസാന കാലഘട്ടത്തിൽ ഒരു അവസ്ഥ വരും ജനങ്ങൾക്ക്. അന്ന് സത്യത്തെ മുറുകെ പിടിച്ചവൻ കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ ആയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുഹൃത്തുക്കളെ, എന്താണ് ഈ ഫിത്നയുടെ കാലത്ത്, തിന്മകൾ വ്യാപിക്കുന്ന കാലത്ത് ഞാൻ വേറിട്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഒറ്റപ്പെട്ടു പോവുകയില്ലേ? ഞാനൊരു ഇൻട്രോവേർട്ടായി പോയി കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് പ്രശ്നമുണ്ടാവുകയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ന്യൂ ഇയറിന്റെ കേക്ക് മകനെ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഇൻട്രോവേർട്ട് ആവുകയില്ലേ എന്ന് ചോദിക്കുന്ന അധ്യാപകരെ കാണാൻ പറ്റാറുണ്ട്. സുഹൃത്തുക്കളെ, പറ്റില്ലെന്ന് പറഞ്ഞത് പറ്റില്ലെന്ന് തന്നെ തീരുമാനിക്കാനും അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്ത് എന്ത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടി വന്നാലും അതിനെ അതിജയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്ന മിൻ വറായിക്കും അയ്യാമ സബർ. നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, അത് ക്ഷമയുടെ കാലഘട്ടമാണ്. നന്നായിട്ട് ക്ഷമിക്കേണ്ടി വരും. ആളുകൾക്കിടയിൽ നിന്ന്, ശത്രുക്കൾക്കിടയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വ്യത്യസ്ത തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിയമനിർമ്മാണങ്ങളും എല്ലാം നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അസ്വബ്റു ഫീഹിന്ന മിസ്ലു ഖബ്ദി അലൽ ജംർ. അന്ന് ക്ഷമിക്കാന്ന് പറഞ്ഞാൽ കയ്യിൽ തീക്കട്ട പിടിക്കണ പോലെയാണ്. ലിൽ ആമിലി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. അന്ന് അല്ലാഹുവിന്റെ ദീന് പാലിക്കുന്ന ആളുകളുടെ ഉദാഹരണം നിങ്ങളിലെ 50 പേരുടെ പ്രവർത്തനം പോലെയാണ്. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അജ്റു 50 മിൻഹും അജ്റു 50 മിൻകും. അല്ല അല്ലാഹുവിന്റെ റസൂലെ, അവരുടെ കൂട്ടത്തിലെ 50 പേർ നന്മ ചെയ്യുന്ന പുണ്യമാണോ, ആ ത്യാഗമാണോ അവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറയാണ്, അല്ല, അജ്റു 50 മിൻകും. നിങ്ങളിൽപ്പെട്ട 50 പേരുടെ പ്രവർത്തനത്തിന്റെ പുണ്യമാണ്
ആ കാലഘട്ടത്തിൽ ക്ഷമിച്ച് പടച്ച റബ്ബിന്റെ ദീന് പുലർത്തി മുന്നോട്ട് പോകുന്നവർക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സുഹൃത്തുക്കളെ സ്വഹാബത്താര? ഈ ഉമ്മത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും നല്ലവരാണ്. സ്വർഗത്തിലേക്ക് മുൻകടന്നു പോകുന്ന സാബിഖീങ്ങളാണ് അവർ. അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടവരാണ്. ഈ ഉമ്മത്തിന്റെ മാതൃകയാണവർ. ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബത്തെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞ അത്രയും മഹത്വമുള്ളവരാണ് സഹാബത്ത്. ആ സഹാബത്തിന്റെ ദറജയിലേക്ക്, ഒരു സഹാബിയുടെ അല്ല, 50 സഹാബിയുടെ ദറജയിലേക്ക് ഉയരാൻ പറ്റുന്ന ആളാണ് ആര്? സമൂഹത്തിൽ നിന്ന് ദീൻ എടുത്തു കളയപ്പെടുകയും ആളുകൾ ഒന്നടങ്കം ദീനിൽ നിന്ന് പുറത്തുപോയി ദീനിന്റെ ചിട്ടവട്ടങ്ങളെ പാലിക്കാതെ എല്ലാവരും ലിബറലുകളായിട്ട് മാറുന്ന, ഇസ്ലാം ഉപേക്ഷിച്ച് ലിബറലിസം എന്ന മതത്തെ പറയാതെ അറിയാതെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ 50 സ്വഹാബിയുടെ കർമ്മങ്ങൾ ചെയ്ത അജ്റും മഹത്വവുമാണ് അയാൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ഹക്കിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒളിച്ചോടാൻ പറ്റൂല. ചില ആളുകൾ വിചാരിക്കണം അങ്ങനെയാണ്, ഇതൊന്നും ഒളിച്ചോടിക്കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒറ്റക്ക് താമസിക്കാം, അതായിരിക്കും നന്നാവുക എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അല്ല, അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുൻ നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുൻ നാസ് വല യസ്ബിറു അലാ അദാഹും. ജനങ്ങളുമായി ഇടപഴകി അവരിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളെയും ക്ഷമയോടുകൂടെ നേരിടുന്നവനും ജനങ്ങളുമായി ഇടപഴകാതെ അതിൽ നിന്ന് ഒളിച്ചോടി ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളെ ക്ഷമിക്കാതിരിക്കുന്നവനും ഒരിക്കലും തുല്യമല്ല. അള്ളാഹുവിൽ ഏറ്റവും ശ്രേഷ്ഠൻ ജനങ്ങളോടൊത്ത് ജീവിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെ ക്ഷമിച്ചും സഹിച്ചും ഹക്കിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം. ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബിഅംരില്ലാഹ്. എന്റെ ഉമ്മത്തിൽ ഒരു ഉമ്മത്ത് വരാനുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ഖായിമത്തുൻ ബിഅംരില്ലാഹ്, അവർ അള്ളാഹുവിന്റെ അംറിൽ നിലകൊള്ളുന്നവരാണ്. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. അവരെ വിമർശിക്കുന്നവരോ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരുമായി ശത്രുത വെച്ച് പുലർത്തുന്നവരോ അവരുടെ യാതൊരു തന്ത്രത്തിലും അവർ വീണുപോവുകയില്ല. ലാ യദുർറുഹും, അവരെ ഒരിക്കലും ശല്യം ചെയ്യുകയില്ല, അവർക്കൊരിക്കലും ബാധിക്കുകയില്ല. ആര്? വിമർശകന്മാരുടെ വിമർശനങ്ങളും അക്രമികളുടെ അക്രമങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ബാധിക്കുകയേ ഇല്ല. മറിച്ച് ഹക്കിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. അതുകൊണ്ട് സഹോദരന്മാരെ, അവസാന കാലഘട്ടത്തിന്റെ സിംറ്റംസ് നമ്മുടെ ഈ സൊസൈറ്റി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പലതരത്തിലും ദീനിന്റെ ചിഹ്നങ്ങളെ കാറ്റിൽ പറത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഒന്നടങ്കം ലിബറലായിട്ട് ചിന്തിക്കുകയും ആഘോഷിക്കാനും ഉടുക്കാനും തിന്നാനും കുടിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള ഇടങ്ങളെ പരമാവധി തേടി പിടിച്ച് കണ്ടെത്തി അതിനുവേണ്ടി കടവും ലോണും എടുത്ത് ആളുകൾ ജീവിതം സുഖിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ശരിയായ ഹക്കിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ ഹഖ്ഖാ, അല്ലാഹുവേ ഹക്കിനെ ഹക്കായിട്ട് നീ എനിക്ക് കാണിച്ചു തരികയും വർസുഖ്ന ഇത്തിബാഅ, ആ ഹക്കിനെ പിൻപറ്റാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകുകയും ചെയ്യണമേ. അല്ലാഹുമ്മ അരിനൽ ബാതില ബാതില വർസുഖ്ന ഇസ്തിനാബ, അല്ലാഹുവേ ബാത്തിലിനെ ബാത്തിലായി നീ എനിക്ക് കാണിച്ചു തരികയും അതിനെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ എന്നെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഹക്കിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യാം. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, അലൈക ബിത്വരീഖിൽ ഹഖ് വലാ തസ്തൗഹിസ് ലിഖില്ലത്തി സാലികീൻ. നീ ഹക്കിന്റെ മുറുകെ ഹക്കിന്റെ പാതയിൽ നീ പ്രവേശിക്കണം. വലാ തസ്തൗഹിസ് ലിഖില്ലത്തി സാലികീൻ. ആ പാതയിൽ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് നിനക്കൊരിക്കലും അവിടെ ഏകാന്തത തോന്നരുത്. ഇതെന്താ, ഇതിനൊന്നും ആൾക്കാരില്ലല്ലോ, ആളുകൾക്ക് അപ്പുറത്താണ്, അതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാം. എവിടെയാണോ ആളുകൾ കൂടുതലുള്ളത്, എവിടെയാണോ ഫോളോവേഴ്സ് ഉള്ളത്, എവിടെയാണോ ആളുകൾ കൂടി നിൽക്കുന്നത്, അവിടേക്ക് പോകാം എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. ഹക്കിന്റെ കൂടെ നീ ഒറ്റയ്ക്കാണെങ്കിൽ നീ ആ ഹക്കിനെ മുറുകെ പിടിക്കണമെന്നാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. സലഫുകൾ നമുക്ക് നൽകിയിട്ടുള്ള
ഉപദേശമാണിത്. നീ ഹക്കിന്റെ പാതയെ പിൻപറ്റണം. വഇയ്യാക വതരീഖൽ ബാത്തിൽ, ബാത്തിലിന്റെ വഴിയെ നീ സൂക്ഷിക്കണം. വലാ തഖ്തറ ബികസ്റത്തിൽ ഹാലികീൻ, ബാത്തിലിന്റെ കൂടെ ധാരാളം ആളുകളുണ്ടല്ലോ എന്നത് നിന്നെ ഒരിക്കലും വഞ്ചിക്കരുത്. അവിടെയാണല്ലോ ആളുകള്. എല്ലാവരും ഇതാണല്ലോ, എല്ലാവരും ഇങ്ങനെയാണല്ലോ, എല്ലാവരും ഇതാണല്ലോ പറയുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, കഴിക്കുന്നത്, ധരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നാട്ടുകാരാണ്? ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെ? ട്രെൻഡിന്റെ കൂടെ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ടിട്ട് ക്യാപ്ഷൻ കൊടുക്കണം, ട്രെൻഡിന്റെ കൂടെ. സഹോദരന്മാരെ, ട്രെൻഡിന്റെ കൂടെയല്ല, മഅദ്ദീൻ, ദീനിന്റെ കൂടെ, മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ, മഅറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ, അല്ലാഹുവിന്റെ പ്രമാണത്തിന്റെ കൂടെ, അല്ലാഹുവിന്റെ ശറഇന്റെ കൂടെ, സ്വർഗ്ഗത്തിന്റെ പാതയുടെ കൂടെ, ത്വരീഖുൽ മുസ്തഖീം, ത്വരീഖുൽ ഹഖ്, അതിന്റെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നിലയുറപ്പിക്കേണ്ടത്. ആളുകളുടെ എണ്ണപ്പെരുപ്പം നമുക്കൊരിക്കലും വിഷമമുണ്ടാക്കരുത്. ഒരിക്കലും ഹക്കും ബാത്തിലും തുല്യമല്ല. വലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ്, നന്മയും തിന്മയും തുല്യമല്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, തോന്നിവാസികളുടെ എണ്ണപ്പെരുപ്പം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, ഹക്ക് ഹക്ക് തന്നെയാണ്. പടച്ച റബ്ബിന്റെ വഴി, അതാണ് വിജയത്തിനുള്ള വഴി. പടച്ച റബ്ബിന്റെ ദീനിന്റെ വഴി, ഖുർആനിന്റെ വഴി. ആ വഴിയെ നമ്മൾ വെടിഞ്ഞു കഴിയുമ്പോഴാണ് അള്ളാഹു നമ്മുടെ അവസ്ഥ മാറ്റുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഒരു ജനതക്കും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ അള്ളാഹു പിൻവലിക്കുകയില്ല. അവർ ഈ ഹക്കിനെ, അവർ ഈ ദീനിനെ, അവർ ഈ സിറാത്തുൽ മുസ്തഖീമിനെ, അവർ അള്ളാഹുവിന്റെ വഴിയെ, പ്രവാചകന്റെ വഴിയെ ഉപേക്ഷിച്ച് നടന്നു നീങ്ങിയാലല്ലാതെ ഒരു ജനതക്കും അള്ളാഹു ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഖൈറാത്തുകൾ, ബറകാത്തുകൾ അള്ളാഹു മാറ്റുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഹക്കിനെ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അതിന്റെ കൂടെയാണ്. അള്ളാഹു ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു നിങ്ങളെ കൈവിട്ടാൽ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് ഹക്കിന്റെ ആളുകളാണ്, മറ്റൊന്ന് ബാത്തിലിന്റെ ആളുകളാണ്. ഒന്ന് ഖൈറിന്റെ ആളുകളാണ്, മറ്റൊന്ന് ശർറിന്റെ ആളുകളാണ്. ഒന്ന് തൗഹീദിന്റെ ആളുകളാണ്, മറ്റൊന്ന് ശിർക്കിന്റെ ആളുകളാണ്. ഒന്ന് സുന്നത്തിന്റെ ആളുകളാണ്, മറ്റൊന്ന് ബിദ്അത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് നന്മയുടെ പാശത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ. ഫല്ലദീന കഫറൂ, ഒന്നാമത്തെ വിഭാഗം അവർ നിഷേധികളാണ്. എന്താണ് അവിടെ പ്രത്യേകത? ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹിമാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ് കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ വദൂഖു അദാബൽ ഹരീഖ്. അവർക്ക് അല്ലാഹു നരകത്തിലെ ഉടുപ്പാണ് ധരിപ്പിച്ചു കൊടുക്കുന്നത്. അത് ടാറിന്റെ ഉടുപ്പാണ്. വലഹും മഖാമിഉ മിൻ ഹദീദ്, അവർക്ക് ഇരുമ്പിന്റെ ചങ്ങലകളും ബന്ധനങ്ങളുമാണുള്ളത്. യുസ്ഹറു വയസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, നരകത്തിലുള്ള അത്യുഷ്ണമായ ഹമീമാണ് അവരുടെ മൂർധാവിലൂടെ അല്ലാഹു ഒഴിച്ചു കൊടുക്കുന്നത്. യുസ്ഹറു ബിഹിമാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അതിലൂടെ അവരുടെ തൊലിയും അവരുടെ ആന്തരാവയവങ്ങളും കത്തിക്കരിയുകയാണ്. ടാറിന്റെ വസ്ത്രം ധരിച്ച് നരകത്തിൽ പ്രവേശിച്ച് ആളിക്കത്തുന്നവരുടെ മൂർധാവിലൂടെ അത്യുഷ്ണമുള്ള ഹമീം ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ശരീരം മൊത്തം ഉരുകി ഒലിച്ച് ആന്തരാവയവങ്ങൾ കത്തിക്കരിയുമെന്നാണ്. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ, നരകത്തിന്റെ വേദനയും നരകത്തിന്റെ വിഷമങ്ങളും നരകത്തിന്റെ കഠിനമായ ശിക്ഷയും സഹിക്കാൻ കഴിയാതെ അതിൽ നിന്ന് പുറത്തു പോകാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും ഉഈദു ഫീഹാ, അവനെ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടിട്ട് അവനോട് പറയും, ദൂഖു അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ഈ നരകത്തിന്റെ തീ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, അനുഭവിച്ചു കൊള്ളുക എന്നാണ്. എന്തേ? പരീക്ഷണത്തിന്റെ കാലത്ത് രണ്ട് ആളുകളുടെ കൂട്ടത്തിൽ നിഷേധത്തിന്റെ പാശത്തെയാണ് അവൻ മുറുകെ പിടിച്ചത്. അടുത്ത വചനം അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യുഹല്ലൗന ഫീഹാ മിൻ നസാവിറ മിൻ ദഹബിൻ വലുഅ്ലുഅ വലിബാസുഹും ഫീഹാ ഹരീർ. എന്ന രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ആമനു, അവർ വിശ്വസിച്ചവരാണ്. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാണ്. അവർക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗപ്പൂന്തോപ്പാണുള്ളത്. അപ്പുറത്ത് ടാറിന്റെ വസ്ത്രമാണെങ്കിൽ
ഇപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പട്ടിന്റെ വസ്ത്രമാണ്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും മുത്തിന്റെയും ആഭരണങ്ങളാണ് ഇവിടെ ധരിപ്പിക്കപ്പെടുന്നത്. യഥേഷ്ടം സന്തോഷിച്ച് ആനന്ദിച്ചുല്ലസിച്ച് ജീവിക്കാനുള്ള ഒരു ലോകം ഹക്കിന്റെ ആളുകൾക്ക് പടച്ചറബ്ബ് മരണാനന്തരം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സുഹൃത്തുക്കളെ, ആ മാർഗത്തെ പിൻപറ്റാനും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് ദീനിനെ കൃത്യമായി പഠിച്ച് കാഴ്ചയിലും കേൾവിയിലും ചിന്തയിലും പ്രവർത്തനങ്ങളിലും സാമ്പത്തിക രംഗത്തും വേഷവിധാനങ്ങളിലുമൊക്കെ കടന്നുകൂടുന്ന ഹറാമുകളെ വെടിഞ്ഞ് സമയത്തെ പാഴാക്കാതെ പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങി സാഹചര്യങ്ങളെ നന്നാക്കാൻ നല്ല സുഹൃത്തുക്കൾ, നല്ല വായനകൾ, നല്ല കേൾവികൾ, നല്ല ചിന്തകൾ, നല്ല വർക്ക് പ്ലേസ് ഇതെല്ലാം നമ്മൾ തെരഞ്ഞെടുത്ത് പരമാവധി നന്മകളിൽ മുഴുകി നമ്മൾ ഏറ്റെടുത്തതും സമൂഹം നമ്മെ ഏൽപ്പിച്ചതും നാം നിർവഹിക്കുമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതുമായ എല്ലാ ബാധ്യതകളും ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട്, രക്ഷിതാക്കളോട്, കുടുംബത്തോട്, അയൽപ്പക്കക്കാരോട്, പാവങ്ങളോട്, അഗതികളോട്, അനാഥകളോട് നാം എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ബാധ്യതകൾ നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ നാട്ടിൽ, അങ്ങനെ എവിടങ്ങളിലെല്ലാം നമ്മൾ ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം നാം നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ച് ഹക്കിനെ മുറുകെ പിടിച്ച് മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി പ്രവാചകനെയും സ്വഹാബത്തിനെയും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസ നമ്മുടെ എല്ലാവരുടെയും നീറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാനാണ് സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. അവർക്ക് നേരെ നിറയൊഴിക്കുന്ന, മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ ശരീരത്തെ തുണ്ടം തുണ്ടമാക്കി ചിതറിത്തെറിക്കുന്നത് കണ്ട് ആനന്ദ നൃത്തമാടുന്ന ആ മനുഷ്യ പിശാചുക്കൾക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിദ്രതയും കലാപവും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തിരിച്ചറിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങൾ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അവർക്കെതിരെയുള്ള സമരങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. രാജ്യത്തിന്റെ അധികാരം ജനാധിപത്യ സ്നേഹികൾക്ക്, ഭരണഘടനയെ സംരക്ഷിക്കുന്നവർക്ക് അല്ലാഹു തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാലം മാറിയാലും അവന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ദീനുള്ള മക്കളാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ അല്ലാഹു ഇസ്ലാമികമാക്കുമാറാവട്ടെ. നമ്മുടെ കാഴ്ചയും കേൾവിയും ചിന്തയും അല്ലാഹു നന്നാക്കുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ അബദ്ധങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിനും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം സൗദി ഗ്രാൻഡ് മുഫ്തി മരണപ്പെടുകയുണ്ടായി. 20ാമത്തെ വയസ്സിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ അദ്ദേഹം ഉൾക്കാഴ്ച കൊണ്ട് ഇൽമിന്റെ ലോകത്ത് വലിയ സംഭാവനകൾ നേർന്ന് ഏറ്റവും നല്ല ചരിത്രപരമായ ജീവിതം നയിച്ച് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അല്ലാഹു എല്ലാവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. അല്ലാഹു പണ്ഡിതന്മാരുടെ വിയോഗത്തോടെ നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. അല്ലാഹു വീണ്ടും നല്ല പണ്ഡിതന്മാർക്ക് ജന്മം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിനെ അടയാളപ്പെടുത്താൻ നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഭയക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാവിധ ഖൈറും ബറക്കത്തുകളും നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.